Hi friends, welcome to BA Tutorial. എനിക്കറിയാം നിങ്ങൾ ഒത്തിരി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ക്ലാസ്സിന് ഒരുപാട് കമൻസുകൾ കാണുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കരിക്കുലം ആണ്. നമ്മൾ കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു, അപ്രോച്ചസ് ഓഫ് കരിക്കുലം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കരിക്കുലം ആണ്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കരിക്കുലം എന്ന് നോക്കാം. കരിക്കുലം ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ എക്സ്പീരിയൻസസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം. അതായത് ഒരു സ്കൂളിനകത്തുള്ള എല്ലാം ഇൻസൈഡ് ദി കരിക്കുലം, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം എന്നാണ്. അതായത് ഒരു കുട്ടി ക്ലാസ് റൂമിനകത്തും പുറത്തുമുള്ള കുട്ടിയുടെ എല്ലാ എക്സ്പീരിയൻസസും കരിക്കുലത്തിനകത്ത് വരുന്നുണ്ട്. കരിക്കുലത്തിനകത്ത് നമുക്ക് കോ കരിക്കുലർ വരുന്നുണ്ട്, എക്സ്ട്രാ കരിക്കുലർ വരുന്നുണ്ട്, കരിക്കുലർ വരുന്നുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ ഈ കരിക്കുലത്തിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കരിക്കുലം ആണ്. എന്താണ് ടൈപ്സ് ഓഫ് കരിക്കുലം എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഈ 7 തരത്തിലുള്ള ടൈപ്സ് ഓഫ് കരിക്കുലം ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഓരോന്നും പ്രത്യേകം നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നു സബ്ജക്റ്റ് സെൻറ്റേർഡ് കരിക്കുലം. Second one, activity oriented curriculum, child centered curriculum, core curriculum, integrated curriculum, core related curriculum, experience oriented curriculum. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് കരിക്കുലത്തിനകത്ത് പറയുന്നത്. ഇനി അത് ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. ആദ്യത്തേത് നോക്കൂ, സബ്ജക്റ്റ് എൻറ്റേർഡ് കരിക്കുലം. സബ്ജക്റ്റ് എൻറ്റേർഡ് കരിക്കുലം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് ട്രഡീഷണൽ കരിക്കുലം. നമുക്കറിയാം പണ്ട് കാലത്തുണ്ടായിരുന്ന അതായത് ട്രഡീഷണൽ കരിക്കുലവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒന്നാണ് സബ്ജക്റ്റ് സെൻറ്റേർഡ് കരിക്കുലം എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ദി ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ്. ഇറ്റ് കണ്ടെയ്ൻ വാസ്റ്റ് നോളജ്, ടേം, ഫാക്ട്, കോൺസെപ്റ്റ്, പ്രിൻസിപ്പൽസ് എക്സെട്ര. ചിൽഡ്രൻ അക്വയർ നോളജ് ത്രൂ ദി വെർബൽ ഇൻസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് എ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്. Individual differences is never considered. Little opportunity for students' creativity. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? സബ്ജക്റ്റ് സെൻറ്റേർഡ് കരിക്കുലം എന്ന് പറയുമ്പോഴത്തേക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കരിക്കുലമാണ്. കുട്ടികൾക്ക് അവിടെ വളരെ പ്രാധാന്യം കുറവാണ്. കുട്ടികളുടെ അറിവ്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള, ടീച്ചർ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് സബ്ജക്റ്റ് സെൻറ്റേർഡ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ക്ലാസ് റൂമിനകത്തുള്ള റോള് വളരെ കുറവാണ്. അവരൊരു പാസീവ് ലേണറായിട്ട് മാത്രം ഇരിക്കുന്നതാണ്. കുട്ടികളൊരു ആക്റ്റീവ് അല്ല, പാസീവ് ലേണിംഗ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. ഈ ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഒന്നും ഇവിടെ നമ്മൾ നോക്കുന്നില്ല. സാധാരണ നമ്മുടെ ഒരു ലെക്ചർ ക്ലാസ് പോലെയാണ്. ജസ്റ്റ് പറഞ്ഞു പോകുന്നു. കുട്ടികൾക്കുള്ള അഭിപ്രായങ്ങളോ അവരുടെ ക്രിയേറ്റിവിറ്റിയോ ഒന്നും തന്നെ ഇത് എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. അതാണ് സബ്ജക്റ്റ് സെൻറ്റേർഡ് കരിക്കുലം. അതായത് നമ്മളൊരു സ്കൂളിന് വേണ്ടിയിട്ട് ഒരു കരിക്കുലം അല്ലെങ്കിൽ ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഓരോ കരിക്കുലവും ഓരോ മെത്തേഡിലാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ടൈപ്സ് ഓഫ് കരിക്കുലം വരുന്നത്. അപ്പോൾ സബ്ജക്റ്റ് സെൻറ്റേർഡ് കരിക്കുലം ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും അവരതിനെ ഫോം ചെയ്തെടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് കരിക്കുലം. അപ്പോൾ നമുക്കിതിനകത്ത് അറിയാം, കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. കുട്ടികൾക്കുള്ള റോൾ ഇച്ചിരി കൂടെ കൂടുതലാണ്. ടീച്ചർ എന്ന് പറയുന്നത് വെറും ഒരു ഇൻസ്ട്രക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായി നിൽക്കുന്ന ഒരു കരിക്കുലമാണ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് കരിക്കുലം. അപ്പം ഇനി നമുക്കിത് എന്താണെന്നൊക്കെ നോക്കാം. ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ്. കുട്ടികളുടെ എക്സ്പീരിയൻസിന് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ലേണിംഗ് ബൈ ഡൂയിങ്. നമുക്കറിയാം അതാണ് എന്താണ് ആക്റ്റീവ് ലേണിംഗ് തന്നെയാണ്, പാസീവ് അല്ല. കുട്ടികൾ ചെയ്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. ചിൽഡ്രൻ അക്വയർ നോളജ് ത്രൂ ആക്ടിവിറ്റീസ്. അതായത് ആക്ടിവിറ്റീസിലൂടെ പഠിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ആ കരിക്കുലത്തിൻ്റെ പേരും ആക്ടിവിറ്റി ഓറിയൻറ്റഡ്. ഓക്കെ, അടുത്ത സ്റ്റുഡൻസ് കൺസ്ട്രക്റ്റ് നോളജ്. അതായത് കുട്ടികൾക്ക് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുകയല്ല, കുട്ടികൾ തന്നെ എന്ത് ചെയ്യുകയാണ്, കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ലെസ് റോൾ ഓഫ് വെർബൽ ഇൻസ്ട്രക്ഷൻ. ടീച്ചറിൻ്റെ വെർബൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കുട്ടികൾക്കുള്ള ഫ്രീഡം കൂടുതലാണ്. മോർ ഫ്രീഡം ഈസ് അലൗഡ് ടു ദ ലേണർ ആൻഡ് lot of opportunity for physical and mental activity for the learner. ലേണറിൻ്റെ ഫിസിക്കലും മെൻ്റലുമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വളരെയധികം കൂടുതലുള്ള ഒരു കരിക്കുലമാണ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ്. പിന്നെ ലാസ്റ്റ് പറയുന്നു ടീച്ചർ ആസ് എ ഇൻസ്ട്രക്ടർ. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ചാൻസ് കൊടുത്തുകൊണ്ട് ലേണിംഗ് ബൈ ഡൂയിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കരിക്കുലമാണ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് കരിക്കുലം.
ദെൻ മൂന്നാമത് പറയുകയാണ് ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം. ചൈൽഡ് സെൻറ്റേർഡൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ടേമാണ് ചൈൽഡ് സെൻറ്റേർഡ്, കുട്ടികൾക്ക് പ്രാധാന്യം. എന്താണ്? ഇറ്റ് ഈസ് എ ലേണർ ഓറിയൻറ്റഡ് കരിക്കുലം. ദർ ഈസ് ലെസ് റോൾ ഓഫ് ടീച്ചേഴ്സ്. ഇറ്റ് കൺസിഡേർസ് സ്റ്റുഡൻസ് ഇമോഷൻ. അതായത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു കരിക്കുലമാണ്. അതായത് കുട്ടികൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കുട്ടിയുടെയും എന്താണ് ഇമോഷൻസിന് അതിനെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇറ്റ് സ്റ്റുഡൻസ് ഫ്രണ്ട്ലി കരിക്കുലം, കുട്ടികൾക്കുമായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി കരിക്കുലമാണ്. ദിസ് ടൈപ്പ് ഓഫ് കരിക്കുലം കൺസിഡർ ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ഇൻ്റലിജൻസ് ഓഫ് ദി ലേണേഴ്സ്. അതായത് ഒരു കുട്ടിയുടെ നീഡ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലത്തിനകത്ത് അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റി ഓറിയൻറ്റഡും ചൈൽഡ് സെൻറ്റേർഡും പറയുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഏതായിരിക്കും? ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കും. കാരണം അവരുടെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ്. ആറ്റിറ്റ്യൂഡിനും ഇൻ്റലിജൻസിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കരിക്കുലമാണ് ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം. എന്താണ്? ഒരു ഇൻസ്ട്രക്ഷൻ, റിജിഡ് പാറ്റേണിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല. ചൈൽഡ് ലേണിൻ്റെ നാച്ചുറൽ പാത്ത്, കുട്ടിയുടേതായുള്ള എന്താണ് പ്രകൃതിയാലുള്ള നാച്ചുറൽ പാത്തിലൂടെ തന്നെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? ലേണിംഗ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് ആർ ഫ്രീ ടു ചൂസ് ദെയർ ഓൺ പാത്ത്. അവർക്ക് അവരുടേതായ വഴിയിലൂടെ എന്ത് ചെയ്യാം? നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യാം. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം. അടുത്ത് പറയുകയാണ് കോർ കരിക്കുലം. പോയിന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻറ്റഗ്രേറ്റഡ് നോളജ് ഓഫ് ദി സൊസൈറ്റി. All the major subjects essential for social living are included. There is no specialized study of any subjects. It aims to make a better social being. In the early past of 20th century, this curriculum is used. അപ്പോൾ എന്ത് പറയുന്നു? ഇൻറ്റഗ്രേറ്റഡ് നോളജ്, സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ളൊരു ഇൻറ്റഗ്രേറ്റഡ് നോളജാണ് കോർ കരിക്കുലത്തിനകത്തുകൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് സോഷ്യൽ ലീവിങ്ങിന് മാത്രം, അതായത് സോഷ്യൽ ലീവിങ്ങിന് എസെൻഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എന്താണ്? പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്തിട്ട് സബ്ജക്റ്റിന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു പഠനമൊന്നും കോർ കരിക്കുലത്തിനകത്ത് ഇല്ല. ഇറ്റ് എയിംസ് ടു മേക്ക് എ ബെറ്റർ സോഷ്യൽ ബീയിങ്. അതായത് നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ബെറ്റർ സോഷ്യൽ ബീയിങ് ആക്കുക, ഒരു എന്താണ് നല്ലൊരു ഇൻഡിവിജ്വൽ ആക്കുക എന്നുള്ളതാണ് കോർ കരിക്കുലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. 20ാമത്തെ നൂറ്റാണ്ടിൽ 20th സെഞ്ച്വറിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു കോർ കരിക്കുലമാണ്, ഒരു കരിക്കുലമാണ് ഈ കോർ കരിക്കുലം എന്ന് പറയുന്നത്. നോട്ട്സിൽ ഇച്ചിരി ഒരു ഡിഫറൻസ് ഉണ്ട്, നമ്മളത് കേട്ട് അത് കറക്റ്റ് ചെയ്തങ്ങ് പോയിക്കോളുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം. അപ്പോൾ നമുക്ക് ഈ കോർ കരിക്കുലവും ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലവും ഒക്കെയാണ് കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തറമാക്കി പഠിച്ചുകൊള്ളുക. നമുക്ക് ഈ സബ്ജക്റ്റ് ഓറിയൻറ്റഡും ആക്ടിവിറ്റി ഓറിയൻറ്റഡും ചൈൽഡ് സെൻറ്റേർഡും നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയില്ല. കാരണം ആ ഒരു ഹെഡിങ്ങിനകത്ത് തന്നെ നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കോർ കരിക്കുലം, ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തറമാക്കി പഠിച്ചുകൊള്ളുക. ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് വെച്ചാൽ വേരിയസ് സബ്ജക്ട്സ് ആർ ഇൻറ്റഗ്രേറ്റഡ്. ഒരുപാട് സബ്ജക്റ്റുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. നോ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് റിമൈൻ ബൗണ്ടറീസ് ബിറ്റ്വീൻ ദം ഓർ ഓവർലുക്ക്ഡ്. അതായത് എന്താണ്, ഈ സബ്ജക്റ്റുകൾ പ്രത്യേകം സബ്ജക്റ്റുകളായിട്ടൊന്നുമില്ല, കുറേയധികം സബ്ജക്റ്റുകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് ഈ ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻറ്റഗ്രേറ്റഡ് പിക്ചർ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയെക്കുറിച്ച് തന്നെയാണ് ഒരു ഇൻറ്റഗ്രേറ്റഡ് പിക്ചറാണ് ഈ ഒരു കരിക്കുലത്തിനകത്ത് കൊടുക്കുന്നത്. ദെയർ ഈസ് നോ കമ്പാർട്ട്മെൻ്റലൈസേഷൻ ബിറ്റ്വീൻ ദി വേരിയസ് സബ്ജക്റ്റ്. അതായത് ഓരോ സബ്ജക്റ്റ്, ഇതിനെ സയൻസ്, സോഷ്യൽ അങ്ങനെയുള്ള ഓരോരോ സബ്ജക്റ്റുകളായി തിരിക്കാണ്ട് എന്താണ് ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് എല്ലാ സബ്ജക്റ്റോടെ ചേർത്ത് ഒരു ഇൻറ്റഗ്രേഷനാണ് അവിടെ കൊടുക്കുന്നത്. കമ്പാർട്ട്മെൻ്റലൈസേഷൻ, അതായത് തരംതിരിവുകളൊന്നും ഓരോ സബ്ജക്റ്റുകൾക്കിടയിലും ഓരോ തരംതിരിവുകൾ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലത്തിനകത്ത് പറയുന്നത്. ഇനിയുണ്ട് കോറിലേറ്റഡ് കരിക്കുലം. ഇത് നമുക്ക് അതുമായിട്ട് തിരിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ കോറിലേറ്റഡ് കരിക്കുലം എന്ന് വെച്ചാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് കരിക്കുലം വേരിയസ് ആസ്പെക്റ്റ് ഓഫ് ദ സബ്ജക്റ്റ് കോറിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. അതായത് ഒരു സബ്ജക്റ്റിലെ കാര്യം മറ്റൊരു സബ്ജക്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? കോറിലേറ്റ് ചെയ്യും. പക്ഷേ സബ്ജക്റ്റായിട്ട് തന്നെ നിൽക്കും.
അതായത് സയൻസിനകത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങളത് സോഷ്യൽ സയൻസുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയും. പക്ഷേ സയൻസായിട്ടും സോഷ്യൽ സയൻസ് ആയിട്ടും തന്നെ രണ്ട് സബ്ജക്റ്റായി റിമെയിൻ ചെയ്തുകൊണ്ട് അതിനകത്തുള്ള കാര്യങ്ങളെ സബ്ജക്റ്റ് ആസ്പെക്റ്റുകളെ റിലേറ്റ് ചെയ്യുന്ന കരിക്കുലമാണ് കോറിലേറ്റഡ് കരിക്കുലം. ഓക്കെ, 1-2 തവണ ആവർത്തിച്ച് കേൾക്കുക, തിരിഞ്ഞു പോവാണ്ട്. ഇനി ഇതിനകത്ത് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആൻഡ് ഓൾസോ കോറിലേറ്റഡ് വിത്ത് ദ ലൈഫ് ഓഫ് ദി പീപ്പിൾ. സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? കുട്ടികളുടെ ലൈഫുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സബ്ജക്റ്റിൻ്റെ ബൗണ്ടറീസ് ഉണ്ട്, സബ്ജക്റ്റിന് കമ്പാർട്ട്മെൻ്റലൈസേഷൻ ഉണ്ട്. പക്ഷേ സബ്ജക്റ്റിൻ്റെ വേരിയസ് ആസ്പെക്റ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് കണക്ട് ചെയ്താണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അതാണ് കോറിലേറ്റഡ് കരിക്കുലം. ഇനി ലാസ്റ്റ് വണ്ണാണ് പറയാൻ പോകുന്നത് എക്സ്പീരിയൻസ് ഓറിയൻറ്റഡ് കരിക്കുലം. അതായത് ചൈൽഡ് എൻഗേജ് വിത്ത് ഈവൻറ്റ്സ്, പീപ്പിൾ, മെറ്റീരിയൽ, സോഷ്യൽ ഓർ ഇമോഷണൽ എൻവയോൺമെൻറ്റ് ഓഫ് ദി ക്ലാസ് റൂം. ഇതിൽ പറയുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് എക്സ്പീരിയൻസ്ഡ് കരിക്കുലം ഈസ് നോട്ട് സിനോണിമസ് വിത്ത് എയ്തർ ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം ഓർ ടീച്ചർ സെൻറ്റേർഡ് കരിക്കുലം. ടീച്ചർ സെൻറ്റേർഡ് കരിക്കുലമായിട്ടോ ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലമായിട്ടോ എന്തല്ല, ഒരു സിനോണിമസ് ഉള്ളതല്ല. ഇതെന്ന് പറയുന്നത് എന്താണ്? കുട്ടി ഈവൻസുമായിട്ടോ പീപ്പിളുമായിട്ടോ മെറ്റീരിയലുമായിട്ടോ ഒക്കെ ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് മാത്രം പഠിക്കുന്ന കരിക്കുലമാണ് എക്സ്പീരിയൻസ് ഓറിയൻറ്റഡ് കരിക്കുലം. എന്തെങ്കിലും പഠിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് പഠിക്കാനാണെങ്കിൽ ആ ഒരു ഇമോഷൻ കുട്ടിയിൽ കൊണ്ടുവന്ന് പഠിക്കുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇമോഷനുള്ള ആളുമായിട്ട് മീറ്റ് ചെയ്ത് പഠിക്കുന്നു. ഒരു ഈവൻസ് ആണെന്ന് പഠിക്കുന്നെങ്കിൽ ആ ഈവൻസ് പങ്കെടുത്തുകൊണ്ട് പഠിക്കുന്നു. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന കരിക്കുലമാണ് എക്സ്പീരിയൻസ് ഓറിയൻറ്റഡ് കരിക്കുലം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ടൈപ്പ് ഓഫ് കരിക്കുലത്തിനകത്ത് വന്നിട്ടുള്ളത്. ടൈപ്പ് ഓഫ് കരിക്കുലം ഒത്തിരി പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു. സമയക്കുറവുകൾ മൂലമാണ് ഈ വീഡിയോസ് താമസിക്കുന്നത്. കാരണം ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ എല്ലായിടത്തും ഓൺലൈൻ ക്ലാസ്സസൊക്കെ തന്നെയാണ്. അപ്പോൾ ഏത് നേരവും ബിസിയാണ്, കാരണം ഈ ഓൺലൈനിൻ്റെ തിരക്കുകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുക, ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരു സമയക്കുറവുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ താമസങ്ങൾ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിന്, നിങ്ങളുടെ കമൻസുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. കഴിവതും ഞാൻ റിപ്ലൈ തരാറുണ്ട്. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, രാകേഷ്, ഐ തിങ്ക് സോ രാകേഷ് ആണെന്ന് തോന്നുന്നു, സെറ്റിൻ്റെ ക്ലാസ് ചോദിക്കുന്നുണ്ട്. മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്, കാരണം ഞാൻ സെറ്റുമായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും എൻ്റെ കയ്യിലില്ല. എനിക്കതിനെക്കുറിച്ചുള്ള വലിയ അറിവുകളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കാത്തത്. അപ്പോൾ എന്തായാലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചാനൽ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഒക്കെ താങ്ക് യു ഫോർ ഓൾ.